ഒരാണും പെണ്ണും ഒന്നിച്ചിരുന്നാൽ ഒരുമിച്ച് യാത്ര ചെയ്താൽ എന്താണ് പ്രശ്നം? ഇവിടെ നിയമപരമായി എന്തെങ്കിലും തെറ്റുണ്ടോ? എന്നാൽ സഹോദരനോടൊപ്പം ഒരു പെൺകുട്ടി വാഹനത്തിൽ സഞ്ചരിച്ചാലും മകനോടൊപ്പം അമ്മ പോകുന്നത് കണ്ടാലും തുറിച്ചു നോക്കുന്ന നാട്ടുകാരെ കാണാറുണ്ട്. പുരോഗമനവാദികളെന്ന് നടിക്കുന്ന മലയാളികൾക്കിടയിലാണ് സദാചാര ബോധം തികട്ടി വരുന്നത്. ഏതൊരു സൗഹൃദത്തിലും പരസ്പര സമ്മതവും വ്യക്തിപരമായ അതിരുകളും പാലിക്കേണ്ടതുണ്ട്. ഇവിടെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ ബന്ധങ്ങളും സൗഹൃദങ്ങളുമാകാം. പക്ഷെ ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ച് യാത്ര ചെയ്താൽ കുരുപൊട്ടുന്ന സദാചാര ഗുണ്ടകളുണ്ട്. നിയമം കയ്യിലെടുക്കാൻ നിങ്ങൾക്കാരാണ് അധികാരം തന്നത്? കാസർഗോഡ് കുമ്പളയിൽ സദാചാര പോലീസ് ചമഞ്ഞ് യുവതിയെയും യുവാവിനെയും ആക്രമിച്ച കേസ് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതോടൊപ്പം കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമ കേസുകളും വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഇത് പൊതുവഴിയാണ്. പ്രണയിക്കാനും സ്വകാര്യങ്ങൾ പങ്കുവയ്ക്കാനും സമ്മതിക്കില്ല. കേരളത്തിലെ ചില നാട്ടുംപുറങ്ങളിൽ ഇങ്ങനെ സദാചാര പോലീസ് ചമഞ്ഞ് സ്വയം നിയമം കയ്യിലെടുക്കുന്ന ആളുകളുണ്ട്. അപരിചിതമായ സ്ഥലങ്ങളിൽ സല്ലപിക്കാൻ പോകുന്ന കമിതാക്കളെ അവർ നോട്ടമിട്ട് വയ്ക്കും. ഒറ്റപ്പെട്ടു പോയാൽ ആക്രമണം നടത്തുകയും കൊള്ളയടിക്കുകയും ചെയ്യും. കാസർഗോഡ് കുമ്പളയിൽ യുവാവിനെയും പെൺസുഹൃത്തിനെയും ഒരു സംഘം കത്തികാട്ടി ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി പണം ആവശ്യപ്പെട്ടതായി പരാതി. സംഭവത്തിൽ കൊലക്കേസ് പ്രതി ഉൾപ്പെടെ 2 പേരെ കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തു. സംഘത്തിലെ മൂന്നാമനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കുമ്പളയിൽ കാറിൽ ഇരുന്ന് സംസാരിക്കുകയായിരുന്ന യുവാവും പെൺസുഹൃത്തുമാണ് ഒരു സംഘത്തിന്റെ ആക്രമണത്തിന് ഇരയായത്. ഇവരെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയ ശേഷം സംഘം പണം ആവശ്യപ്പെടുകയായിരുന്നുവെന്നാണ് പരാതി. സംഭവത്തിൽ കേസെടുത്ത് കുമ്പള പോലീസ് കൊലക്കേസ് പ്രതി ഉൾപ്പെടെ 2 പേരെ അറസ്റ്റ് ചെയ്തു. മൊഗ്രാൽ മൈമൂൺ നഗർ നീരോളി വീട്ടിലെ അഫ്സൽ, കുന്നിൽ ഹൗസിലെ മുഹമ്മദ് മൻസൂർ എന്ന ജീന എന്ന ഫൈസി എന്നിവരെയാണ് കുമ്പള പോലീസ് കയ്യോടെ പിടികൂടിയത്. ഇവരിൽ അഫ്സൽ 2014 കുമ്പള പോലീസ് രജിസ്റ്റർ ചെയ്ത കൊലക്കേസിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ഇതിനു പുറമെ കഞ്ചാവ്, മദ്യപിച്ച് വാഹനമോടിക്കൽ തുടങ്ങിയ കേസുകൾ ഇയാൾക്കെതിരെ ഉള്ളതായും പോലീസ് വ്യക്തമാക്കി. മൻസൂറിനെതിരെയും കൊലപാതക ശ്രമം, ആയുധ നിയമം, മോഷണം തുടങ്ങിയവയ്ക്ക് കേസുകളുള്ളതായും പോലീസ് പറഞ്ഞു. കുമ്പള SI KP ഗണേശിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. സംഘത്തിലെ മൂന്നാമത്തെ ആൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മൊഗ്രാൽ മൈമൂൺ നഗറിലെ മുഹാസിർ, സുഹൃത്തായ 18കാരി എന്നിവരെയാണ് സംഘം തട്ടിക്കൊണ്ടുപോയത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് കുമ്പള അനന്തപുരം ക്ഷേത്രത്തിന് സമീപത്തുള്ള പഴയ തറവാടിന് മുന്നിൽ കാറിൽ ഇരുന്ന് സംസാരിക്കുകയായിരുന്ന ഇവരോടും ഓട്ടോറിക്ഷയിലെത്തിയ 3 സംഘം മോശമായി പെരുമാറുകയായിരുന്നുവെന്ന് ഇത് സംബന്ധിച്ച് രജിസ്റ്റർ ചെയ്ത FIR-ൽ പറയുന്നു. തുടർന്ന് അക്രമി സംഘം കാറിനകത്തും കയറുകയും അതിനുശേഷം കാർ സീതാങ്കുളി ഭാഗത്തേക്ക് ഓടിച്ചു പോകുകയും ബീവറേജസ് ഔട്ട്ലെറ്റ് മുന്നിൽ നിർത്തുകയും ചെയ്തു. ഇവിടെ വെച്ച് ഭീഷണിപ്പെടുത്തി 500 രൂപയും മൊബൈൽ ഫോണും കൈക്കലാക്കുകയും കൂടാതെ 1.5 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. പണം നൽകാൻ തയ്യാറാകാത്തതിന്റെ ദേഷ്യത്തിൽ അക്രമി സംഘം കാറുമായി അമിത വേഗത്തിൽ പോയി. ഇതിനിടെ റോഡിൽ വെച്ച് ഒരു ഇന്നോവ കാറിൽ ഉരസതിനെ ചൊല്ലി വാക്ക് തർക്കവും ഉണ്ടാവുകയും ചെയ്തു. ബഹളം കേട്ടെത്തിയ നാട്ടുകാരോടും വിവരമറിഞ്ഞെത്തിയ പോലീസിനോടും സംഘം തട്ടിക്കയറി. തുടർന്നാണ് അഫ്സലിനെയും മൻസൂറിനെയും കസ്റ്റഡിയിലെടുത്തത്. ഇതിനിടെ സ്ഥലത്തു നിന്നും സംഘത്തിലെ മൂന്നാമത്തെയാൾ രക്ഷപ്പെടുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. രക്ഷപ്പെട്ട മൂന്നാമത്തെയാളെ കണ്ടെത്തുവാൻ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. കണ്ണൂർ വാണിയപ്പാറ ഉണ്ണിമിശിഹ പള്ളിയിലെ ദുരൂഹത ഒളിഞ്ഞിരിക്കുന്ന കല്ലറ. നാട്ടുകാർക്കും ഇടവക വിശ്വാസികൾക്കും ആശങ്കയുടെ മണിക്കൂറുകൾ. 38-ാം നമ്പർ കല്ലറയ്ക്കുള്ളിൽ മൂന്നാമതൊരു മൃതദേഹം അടക്കം ചെയ്തിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അതാരുടേതാണ്?
RDOയുടെ അനുമതി ലഭിച്ചതോടെ കല്ലറ തുറന്ന് പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. പോലീസ് സർജനും ഫോറൻസിക് വിദഗ്ധരും ഉൾപ്പെടുന്ന സംഘം ബുധനാഴ്ച രാവിലെ 10 മണിയോടെ പരിശോധന ആരംഭിക്കുമെന്നാണ് വിവരം. 2006-ലും 2015-ലും മൃതദേഹങ്ങൾ സംസ്കരിച്ച കല്ലറയിൽ മൂന്നാമൊരു മൃതദേഹം കൂടി ഉണ്ടെന്നാണ് പള്ളി കമ്മിറ്റിക്കാർ പറയുന്നത്. ഇതിനിടെ കോഴിക്കോട് വിലങ്ങാട് നിന്നും കാണാതായ സിജോസ് കറിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. തലശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള കണ്ണൂർ അയ്യൻകുന്ന് വാണിയപ്പാറ ഉണ്ണിയേശു പള്ളി സെമിത്തേരിയിലെ 38-ാം നമ്പർ കല്ലറ തുറന്നു പരിശോധിക്കാൻ അനുമതിയായി. പോലീസിന്റെ അപേക്ഷ RDO അംഗീകരിച്ചു. കല്ലറ തുറന്നു പരിശോധിക്കാൻ പോലീസ് സർജനും ഫോറൻസിക് വിദഗ്ധരും സംഘത്തിലുണ്ടാകും. 2020-ൽ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ സിജോസ് അക്രയുടെ മൃതദേഹമാണ് രണ്ടാമത്തേതെന്ന് സംശയമുന്നയിച്ച് കുടുംബം രംഗത്തെത്തിയതോടെയാണ് സംഭവത്തിൽ വഴിത്തിരിവായത്. കുടുംബം DGPക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകിയതിന് പിന്നാലെയാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. കണ്ണൂർ, കോഴിക്കോട് റൂറൽ SP-മാർക്കാണ് അന്വേഷണ ചുമതല. കല്ലറ തുറക്കുന്നതിന് മുന്നോടിയായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തി പള്ളി വികാരിയെയും പള്ളി കമ്മിറ്റി ഭാരവാഹികളുമായി ചർച്ച നടത്തിയിരുന്നു. കല്ലറയിൽ കണ്ട പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞ നിലയിലുള്ള വസ്തു തുറന്ന് പരിശോധിക്കണമെന്ന് പള്ളി കമ്മിറ്റി ഭാരവാഹികളും പള്ളി വികാരിയും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. കല്ലറ തുറന്ന് ശാസ്ത്രീയ പരിശോധന നടത്താനാണ് പോലീസിന്റെ തീരുമാനം. കല്ലറയിൽ 3 മൃതദേഹങ്ങൾ ഉണ്ടെന്ന സംശയം വികാരി ഫാദർ ജിൽബർട്ട് കോന്നയിൽ പ്രകടിപ്പിച്ചിരുന്നു. നിലവിൽ പോലീസ് കാവലിലാണ് കല്ലറ. കഴിഞ്ഞ 13-ന് സംസ്കാര ചടങ്ങിനായി കല്ലറ തുറന്ന ഘട്ടത്തിൽ 2 ശവപ്പെട്ടികൾ ഒരേ നിലയിൽ കണ്ടതാണ് സംശയത്തിന് ഇടയാക്കിയത്. എന്നാൽ ദുരൂഹതയില്ലെന്നും 2006-ലും 2015-ലും അടക്കം ചെയ്തവയാണ് 38-ാം നമ്പർ കല്ലറയിൽ കാണപ്പെട്ട മൃതദേഹങ്ങൾ എന്നായിരുന്നു ആദ്യം പോലീസിന്റെ വാദം. ഇതിനിടയിൽ വാണിയപ്പാറ ഇടവകയിൽ നിന്ന് വിവാഹിതനായ കോഴിക്കോട് വിലങ്ങാട് സ്വദേശി സിജോസ് അക്രയുടെ തിരോധാനം സംബന്ധിച്ച് കുടുംബം പരാതിയുമായി രംഗത്തെത്തിയതോടെയാണ് ദുരൂഹത വർദ്ധിച്ചതും അന്വേഷണത്തിന് വേഗം കൈവന്നതും. ന്യൂസ് 18 കണ്ണൂർ. കുഞ്ഞുങ്ങളെപ്പോലും ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എത്ര പൊതിഞ്ഞു പിടിച്ചാലാണ് കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയുകയെന്ന ആവലാതി എല്ലാ മാതാപിതാക്കൾക്കുമുണ്ട്. പലപ്പോഴും മക്കൾ നമ്മുടെ കൺവെട്ടതായിരിക്കില്ല. ഈ സമയത്ത് ലൈംഗിക ചൂഷണത്തിൽ നിന്നും സ്വയം രക്ഷ നേടാൻ കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട്. കാരണം കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം വർദ്ധിക്കുകയാണ്. പാലക്കാട് 8 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയത് പ്രാദേശിക രാഷ്ട്രീയ നേതാവാണ്. വസ്ത്രം തരാമെന്ന് പറഞ്ഞ് കുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്നാണ് കേസ്. സംഭവത്തിൽ കപ്പൂർ സ്വദേശി ഷിഹാബുദ്ദീനെ ചാലിശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. വയസ്സുകാരിയെ വസ്ത്രം നൽകാമെന്ന് പ്രലോഭിപ്പിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ച കേസിലാണ് മധ്യവയസ്കൻ അറസ്റ്റിലായത്. കപ്പൂർ എറവക്കാട് കിഴക്ക് വീട്ടിൽ ഷിഹാബുദ്ദീനെയാണ് ചാലിശ്ശേരി പോലീസ് പിടികൂടിയത്. ഇയാൾ UDF പ്രാദേശിക നേതാവാണ്. കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. വസ്ത്രം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത പ്രതി കുട്ടിയെ തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. അവിടെ വെച്ച് കുട്ടിയെ പീഡിപ്പിച്ചതായാണ് പരാതി. പീഡനത്തിനിരയായ കുട്ടി നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി വീട്ടിലെത്തുകയും തുടർന്ന് രക്ഷിതാക്കളോട് കാര്യങ്ങൾ പറയുകയുമായിരുന്നു. പരാതി ലഭിച്ചയുടൻ തന്നെ ചാലിശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രാഥമിക അന്വേഷണത്തിൽ പ്രതി കുറ്റം ചെയ്തതായി ബോധ്യപ്പെട്ടതിനെ തുടർന്ന് രാത്രിയോടെ ഇയാളെ പിടികൂടുകയായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സമാനതകളില്ലാത്ത ഈ ക്രൂരത പ്രദേശത്ത് വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. കുട്ടികൾ വീടിന് പുറത്തിറങ്ങുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴും മാതാപിതാക്കളുടെ അതീവ ശ്രദ്ധയും ജാഗ്രതയും വേണ്ട കാലമാണ്. അത് പെൺകുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, ആൺകുട്ടികളുടെ കാര്യത്തിലും കരുതൽ വേണം.
കാരണം ലൈംഗിക വൈകൃതമുള്ള മനുഷ്യർ കുഞ്ഞുങ്ങളെ വലവീശി പിടിക്കാൻ തക്കം പാർത്തിരിക്കുന്നുണ്ട്. പെരുമ്പാവൂരിൽ 6 വയസ്സുള്ള ആൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചത് സമീപവാസിയായ യുവാവാണ്. കേസിൽ വാഴക്കുളം സ്വദേശി സുനീറിനെ തടിയിട്ടപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവം നടന്ന് 6 മാസത്തിന് ശേഷമാണ് പീഡന വിവരം പുറത്തുവരുന്നത്. ഡിസംബർ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം. ചെമ്പറക്കി സ്വദേശി സുനീർ തൊഴിലെടുത്തുകൊണ്ട് നിൽക്കുന്നതിന് സമീപത്തു കൂടി മതപഠനം കഴിഞ്ഞ് മടങ്ങിയ കുട്ടിയെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു. കുട്ടിയുടെ ഭാവമാറ്റം ശ്രദ്ധയിൽപ്പെട്ട അധ്യാപകർ ചോദിച്ചതിനെ തുടർന്ന് ഈ അടുത്ത ദിവസമാണ് വിവരം പുറത്തറിയുന്നത്. തുടർന്ന് അധ്യാപകർ ചൈൽഡ് ലൈനിൽ വിവരം അറിയിച്ചു. ചൈൽഡ് ലൈൻ പ്രവർത്തകർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തടിയിട്ടപ്പറമ്പ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയായിരുന്നു. കുട്ടിയിൽ നിന്ന് വിശദമായ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷമാണ് പ്രതിയിലേക്ക് അന്വേഷണം എത്തിയത്. പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്ത പോലീസ് പ്രതി സുനീറിനെ അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതി ഇപ്പോൾ റിമാൻഡിലാണ്. ഇയാൾ കൂടുതൽ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 പെരുമ്പാവൂർ. കൊടും ക്രിമിനലുകളും സാമൂഹ്യ വിരുദ്ധരും അഴിഞ്ഞാടുന്ന നാട്. അവർക്കെതിരെ പ്രതികരിക്കാനും നടപടി സ്വീകരിക്കാനും ചിലപ്പോൾ പോലീസ് പോലും പേടിക്കുന്നു. എന്നാൽ പത്തനംതിട്ട ഇലന്തൂരിലെ ഒരു ചെറുപ്പക്കാരൻ ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ പരസ്യമായി പ്രതികരിച്ചു. പോലീസിൽ പരാതി നൽകി. പിന്നീട് ആ യുവാവിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയണ്ടേ? പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് യുവാവിനെ കമ്പി വടി കൊണ്ടടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ സ്ഥിരം കുറ്റവാളികളായ 2 പേർ അറസ്റ്റിലായി. ഇലന്തൂർ വലിയവട്ടം സ്വദേശികളായ അനീഷ്, മായാസൻ എന്നിവരെയാണ് ആറന്മുള പോലീസ് സാഹസികമായി പിടികൂടിയത്. ഇലന്തൂർ സ്വദേശിയായ യുവാവിനെ വീട്ടിൽ അതിക്രമിച്ചു കയറി കമ്പി വെടികൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് സ്ഥിരം കുറ്റവാളികളായ പ്രതികൾ അറസ്റ്റിലായത്. ഇലന്തൂർ വലിയവട്ടം സ്വദേശി അനീഷ് അശോക്, പ്രക്കാനം ചെന്നീർക്കര വലിയവട്ടം സ്വദേശി മായാസൻ എന്നിവരെയാണ് പ്രതികളുടെ വാഹനം തടഞ്ഞു നിർത്തി ആറന്മുള പോലീസ് സാഹസികമായി പിടികൂടിയത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം. പ്രതികളിൽ ഒരാൾക്കെതിരെ യുവാവ് മുൻപ് പോലീസിൽ പരാതി നൽകിയതിലുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണം. ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ വാഹന പരിശോധനയ്ക്കിടെ ഇലന്തൂർ ജംഗ്ഷന് സമീപത്ത് നിന്നാണ് പിടികൂടുന്നത്. ഒരു ബൈക്കിലിവർ വരുന്നതായി വിവരം ലഭിച്ചതോടെ പോലീസ് വഴിയിൽ കാത്തുനിന്ന് വാഹനം തടഞ്ഞെങ്കിലും പ്രതികൾ വെട്ടിച്ച് കടന്നുകളയാൻ ശ്രമിച്ചു. ഇതിനിടെ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് പ്രതികളിലൊരാളായ അനീഷിന്റെ കാലിന് പരിക്ക് പറ്റി. തുടർന്ന് ബലപ്രയോഗത്തിലൂടെയാണ് പ്രതികളെ പോലീസ് കീഴ്പ്പെടുത്തിയത്. ആക്രമണത്തിൽ ഇവരോടൊപ്പം മറ്റൊരു പ്രതി കൂടി ഉണ്ടായിരുന്നതായി പരാതിയിൽ പറയുന്നുണ്ട്. 3ാം പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. 1ാം പ്രതി അനീഷ് ആറന്മുള പോലീസ് സ്റ്റേഷനിലെ 4 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. 2ാം പ്രതി മായാസൻ ഇലവുംതിട്ട പോലീസ് സ്റ്റേഷനിൽ 5ഉം പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ 4ഉം ചിറ്റാർ ആറന്മുള പോലീസ് സ്റ്റേഷനുകളിലായി 11 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പത്തനംതിട്ട. തെറ്റിനെതിരെയും അനീതിക്കെതിരെയും പ്രതികരിക്കുന്നവർ ധൈര്യശാലികളും സാമൂഹ്യ മാറ്റത്തിന് അടിത്തറയിടുന്നവരുമാണ്. എന്നാൽ ഇങ്ങനെ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവരുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും സമൂഹത്തിൻ്റെ എതിർപ്പുകളും ഭീഷണിയും ഒക്കെ അവർക്ക് നേരെ ഉണ്ടാകാം. തിരുവനന്തപുരം വർക്കലയിൽ സ്വകാര്യ ബസ് ഡ്രൈവറുടെ അപകടകരമായ ഡ്രൈവിംഗ് ചോദ്യം ചെയ്ത യുവതികൾ നേരിട്ട ദുരനുഭവത്തെക്കുറിച്ചാണ്. സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന യുവതികൾക്ക് നേരെയാണ് ബസ് ജീവനക്കാർ അസഭ്യം പറയുകയും മോശമായി പെരുമാറുകയും ചെയ്തത്.
സംഭവത്തിൽ സ്വകാര്യ ബസ് പിടിച്ചെടുത്ത RTO ഇവർക്കെതിരെ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. വർക്കലയിൽ അപകടകരമായ രീതിയിൽ ബസ് ഓടിച്ചത് ചോദ്യം ചെയ്ത യുവതികളെ അസഭ്യം വിളിച്ച സംഭവത്തിലാണ് നടപടി. ഇടവ മൂടില്ലാവിള തൊടിയിൽ വീട്ടിൽ ദീപ പ്രകാശിന്റെ പരാതിയെ തുടർന്ന് ബസ് വർക്കല സബ് RTO പിടിച്ചെടുത്തു. തിങ്കളാഴ്ച വൈകിട്ട് 4:15 ഇടവ ഒടിയം മുക്കിന് സമീപമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന യുവതികളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ബസ് ഓടിച്ചുവെന്നും അത് ചോദ്യം ചെയ്തപ്പോൾ ബസ് ജീവനക്കാർ അസഭ്യം പറയുകയും മോശമായി പെരുമാറുകയും ചെയ്തുവെന്ന് പരാതിയിൽ പറയുന്നു. ഇടിച്ചുപിടിച്ചില്ലാത്ത രീതിക്കാണ് നമ്മൾ ക്രോസ് ചെയ്ത് പോയത്. ഇത്ര സ്പീഡിന് എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവര് പിന്നെ എന്തൊക്കെയോ കുറെ അങ്ങ് അസഭ്യങ്ങൾ പറയുകയാണ് ചെയ്തത്. അല്ല നീയൊക്കെ പോയി എന്ത് കാണിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ചുക്കുമില്ലടി, നീ പോയി എന്ത് വേണമെങ്കിലും കാണിച്ചെന്ന് പറഞ്ഞു. വർക്കല പരവൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ദേവിക ബസ്സിലെ ഡ്രൈവർക്കെതിരെയാണ് പരാതി ഉയർന്നത്. സംഭവത്തെ തുടർന്ന് യുവതികൾ അയിരൂർ പോലീസിലും വർക്കല സബ് RTOയ്ക്കും പരാതി നൽകിയിരുന്നു. സ്വകാര്യ ബസ് ജീവനക്കാരുടെ പെരുമാറ്റത്തെക്കുറിച്ച് മുൻപും നാട്ടുകാർക്കിടയിൽ പരാതികൾ വ്യാപകമാണ്. സംഭവത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. സ്ത്രീകളോട് അവമര്യാദയായി പെരുമാറിയ ബസ് ഡ്രൈവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചു വരും. ഇങ്ങനെ പിടിക്കപ്പെടുന്ന വാഹനത്തിലെ ഡ്രൈവർമാരുടെയും കണ്ടക്ടർമാരുടെയും ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരും. ന്യൂസ് 18 ആറ്റിങ്ങൽ. നിധി കിട്ടിയ സ്വർണമാണെന്നും പുരാവസ്തുവാണെന്നും പറഞ്ഞ് വലിയ തട്ടിപ്പുകൾ നടത്തുന്നവരുണ്ട്. എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ ഇറങ്ങുന്നവരാണ് ഇവരുടെ കെണികളിൽ വീഴുന്നത്. മലപ്പുറത്ത് നിധി കിട്ടിയതാണെന്ന് പറഞ്ഞ് വ്യാജ സ്വർണം നൽകി വ്യാപാരിയിൽ നിന്നും 5 ലക്ഷം രൂപ തട്ടിയത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. മലപ്പുറം വളാഞ്ചേരിയിലെ ബേക്കറി വ്യാപാരിയിൽ നിന്നാണ് സംഘം പണം തട്ടിയെടുത്തത്. സംഭവത്തിൽ വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇവർ സമാനമായ രീതിയിൽ നിരവധി പേരെ കബളിപ്പിച്ചെന്നാണ് സംശയം. വളാഞ്ചേരിയിലെ ബേക്കർ വ്യാപാരിയിൽ നിന്ന് 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ ചേർന്ന് വ്യാജ സ്വർണം നൽകി 5 ലക്ഷം രൂപ തട്ടിയെടുത്തതായാണ് പരാതി. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. ഇതിനു മുൻപ് ഒരു ദിവസം 3 പേർ സ്വർണ്ണാഭരണത്തിന്റെ ഒരു ഭാഗവുമായി വ്യാപാരിയെ സമീപിച്ചിരുന്നു. തങ്ങൾക്ക് നിധി കിട്ടിയതാണെന്നും 1 കിലോയോളം സ്വർണ്ണമുണ്ടെന്നും ഇവർ അവകാശപ്പെട്ടു. ഈ ചെറിയ ഭാഗം പരിശോധിച്ചപ്പോൾ യഥാർത്ഥ സ്വർണ്ണമാണെന്ന് തെളിഞ്ഞതോടെ മുഴുവൻ സ്വർണവുമായി വന്നാൽ പണം നൽകാമെന്ന് വ്യാപാരി സമ്മതിച്ചു. ഇതനുസരിച്ച് തിങ്കളാഴ്ച തട്ടിപ്പ് സംഘം വളാഞ്ചേരിയിലെ ഒരു കോഫി ഷോപ്പിൽ വെച്ച് സ്വർണം വ്യാപാരിക്ക് കൈമാറുകയും 5 ലക്ഷം രൂപയുമായി മുങ്ങുകയുമായിരുന്നു. പിന്നീട് വ്യാപാരി പരിശോധിച്ചപ്പോഴാണ് ഇത് വ്യാജ സ്വർണ്ണമാണെന്ന് മനസ്സിലായത്. ഇതോടെ വ്യാപാരി വളാഞ്ചേരി പോലീസിൽ പരാതി നൽകി. പോലീസ് പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊരാളെ കബളിപ്പിച്ച് പണം തട്ടിയെടുത്തതിന് 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ന്യൂസ് 18 തിരൂർ. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഭീതി പരത്തുകയാണ്. മോഷണവും പിടിച്ചുപറിയും ലഹരി ഉപയോഗിച്ചുള്ള പരാക്രമവും നിത്യേന അരങ്ങേറുന്നു. കോതമംഗലം ടൗണിൽ പുലർച്ചെ ആക്രമണം അഴിച്ചുവിട്ട അന്യസംസ്ഥാന തൊഴിലാളി നാട്ടിൽ പരിഭ്രാന്തി പരത്തി. കടകൾക്കും വഴിയാത്രക്കാർക്കും നേരെ അതിക്രമം കാട്ടിയ പ്രതി ആംബുലൻസ് സർവീസ് നടത്തുന്ന സ്ഥാപനത്തിന്റെ ചില്ലുകളും അടിച്ചു തകർത്തു. പിന്നീട് പോലീസ് എത്തി സാഹസികമായാണ് ഇയാളെ കീഴ്പ്പെടുത്തിയത്. പുലർച്ചെ നഗരത്തിലെത്തിയ അന്യസംസ്ഥാന തൊഴിലാളിയാണ് അപ്രതീക്ഷിതമായി ആക്രമണം അഴിച്ചുവിട്ടത്. ടൗണിലെ വിവിധ കടകൾക്കും വഴിയാത്രക്കാർക്കും നേരെ ഇയാൾ പ്രകോപനപരമായി പെരുമാറിയെന്നാണ് വിവരം. ആക്രമണത്തിനിടെ കോഴിപ്പള്ളി കവലയ്ക്ക് സമീപം സെന്റ് തോമസ് എന്ന ആംബുലൻസിന്റെ ചില്ലുകൾ ഇയാൾ അടിച്ചു തകർത്തു. ഏകദേശം 1 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് കടയുടമ സാബു പറഞ്ഞു. ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും 2 ഡോറും തല്ലിപ്പിടിച്ച് ഇവിടെയുള്ള സാധനങ്ങളെല്ലാം വലിച്ചു വാരി ഇട്ടേക്കുവാണ്. ഇൻവെർട്ടർ കൊണ്ടുപോകാനുള്ള ഒരു ബാറ്ററിയും കൊണ്ടുപോകാനുള്ള ഒരു ഇതുണ്ടായിട്ടുണ്ട്. അത് മാനസികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളാണോ എന്താ ഇതൊന്നും അറിയില്ല. ഇത് ബായി ആണെന്നാണ് പറഞ്ഞത്. പോലീസുകാർ ഓടിച്ച് പിടിച്ചിട്ടുണ്ട്. എന്തൊക്കെയാ പോയെന്നുള്ളത് ഇനി നമുക്ക് കൃത്യമായിട്ടും 1 ലക്ഷം രൂപയുടെ മുകളിലുള്ള നഷ്ടം ഉണ്ടായിട്ടുണ്ട്. വിവരം ലഭിച്ചതിനെ തുടർന്ന് കോതമംഗലം പോലീസ് സ്ഥലത്തെത്തി. തുടർന്ന് ഇയാളെ പിടികൂടുകയായിരുന്നു. ആക്രമണത്തിനിടെ പരിക്കേറ്റ പ്രതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ല. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെന്ന് പോലീസ് പറയുന്നു.
ന്യൂസ് 18 കോതമംഗലം. നമ്മുടെ സമൂഹത്തിൽ പല രീതിയിൽ മനോവൈകൃതമുള്ളവരും അക്രമകാരികളുമായ മനുഷ്യരുണ്ട്. അകാരണമായി ഒരാളെ ഉപദ്രവിക്കുന്നതിലും അക്രമം നടത്തുന്നതിലും ആനന്ദം കണ്ടെത്തുന്നവർ. കോതമംഗലത്ത് വീടിൻ്റെ പോർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന കാർ കേടുവരുത്തിയ അജ്ഞാതനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. സബ്സ്റ്റേഷൻ പടിക്ക് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന അരുൺ രാജിൻ്റെ ഇന്നോവ കാറിനാണ് അജ്ഞാതൻ്റെ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചത്. ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം നടന്നത്. വീടിന്റെ കാർ പോർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിന്റെ മുൻവശത്തെ ഗ്ലാസ് കത്തി പോലുള്ള മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് തകർത്ത നിലയിലാണ് കണ്ടെത്തിയത്. ഏകദേശം 18,000 രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കണക്കാക്കുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ആക്രമണത്തിന് മുൻപായി വീട്ടിലെ വൈഫൈ, കേബിൾ കണക്ഷനുകൾ എന്നിവ മുറിച്ച നിലയിലായിരുന്നുവെന്ന് വീട്ടുടമ അരുൺ രാജ് പറഞ്ഞു. എൻ്റെ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് തകർക്കുകയും ഡീസൽ ടാങ്കിൻ്റെ ക്യാപ്പ് തകർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ആയുധം കൊണ്ട്. പിന്നെ നമ്മുടെ മുകളിൽ സ്റ്റെയറിൻ്റെ മുകളിൽ വൈഫൈയുടെ കേബിളുകൾ തകർക്കുകയും പിന്നെ CCTV തകർക്കുകയും CCTVയുടെ കേബിള്, പിന്നെ AC-യുടെ പൈപ്പ് ഒടിക്കുകയും അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിലവിൽ. സംഭവവുമായി ബന്ധപ്പെട്ട് അരുൺ രാജ് കോതമംഗലം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കോതമംഗലം. പാലക്കാട് KSRTC ഡിപ്പോയിലെ ബസ് കള്ളനെ പിടികൂടി കേട്ടോ. കഴിഞ്ഞ ദിവസം പുലർച്ചെ ജീവനക്കാരുടെ കണ്ണു വെട്ടിച്ച് KSRTC ബസ് കടത്തിക്കൊണ്ടുപോയത് മദ്യലഹരിയിലെന്നാണ് പ്രതിയുടെ മൊഴി. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പാലക്കാട് മേപ്പറമ്പ് സ്വദേശി ഫാസിലിനെ സാഹസികമായാണ് പൊക്കിയത്. പ്രതിയുമായി പോലീസ് സംഭവ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. ഇയാളുടെ കൂട്ടാളിക്ക് വേണ്ടിയും അന്വേഷണം ഊർജിതമാണ്. ഈ മാസം 7-ാം തീയതിയായിരുന്നു മോഷണം. പുലർച്ചെ 2:50ഓടെയാണ് പാലക്കാട് വടക്കഞ്ചേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന KSRTC ഓർഡിനറി ബസ് ഡിപ്പോയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയത്. തുടർന്ന് KSRTC ജീവനക്കാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. KSRTC ജീവനക്കാരും പോലീസും പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രതി പുലർച്ചെ 5 മണിയോടെ പാലക്കാട് നഗരത്തിലെ മംഗളം ടവറിന് സമീപത്ത് ബസ് ഉപേക്ഷിച്ചു. നിരവധി കടകളുടെ ഭിത്തികളിൽ ബസ്സിടിച്ച് കേടുപാടുകളുണ്ടായി. ബസ് കടത്തിക്കൊണ്ടുപോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞത്. ഒളിവിലായിരുന്ന പ്രതികളിൽ ഒരാൾ പാലക്കാട് മണപ്പുള്ളിക്കാവിന് സമീപത്ത് വെച്ചാണ് സൗത്ത് പോലീസിന്റെ പിടിയിലായത്. പാലക്കാട് മേപ്പറമ്പ് സ്വദേശി ഫാസിലിനെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ സംഭവ സ്ഥലങ്ങളിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. മദ്യലഹരിയിലായിരുന്നതിനാലാണ് KSRTC ബസ് ഓടിച്ചു പോയതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. നേരെ അപ്പുറം ഫ്രണ്ടിൽ കൂടെ ഷാജിമാലിന് മുന്നിൽ എന്നിട്ട് KSRTC വന്നു, സ്റ്റാൻഡിന് മുന്നിൽ വന്നു. എന്നിട്ട് അബൂബക്കർ റോഡ് നേരെ കയറി പോയി. അതുകൂടെ ബസ് പോയി അവിടെ കൊണ്ടുപോയി. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് പോയത് മംഗളൂർ കൊണ്ടിട്ടു, വണ്ടി നിർത്തിയിട്ട് നീ ഇറങ്ങി വന്ന. സംഭവശേഷം ഉത്തരേന്ത്യയിൽ ഒളിവിലായിരുന്നു ഫാസിൽ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കേസിൽ ഫാസിലിന്റെ സുഹൃത്തായ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിയുന്ന ഇയാളെക്കുറിച്ച് വിവരം ലഭിച്ചതായി അന്വേഷണ സംഘം അറിയിച്ചു. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് പട്ടാമ്പി നഗരത്തിൽ കവർച്ചക്കാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് വ്യാപാരികൾ. കഴിഞ്ഞ ദിവസം രാത്രി 2 സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത്. 2 കടകളിലും സീലിംഗ് പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാണ്. പ്രദേശത്തെ CCTV ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. മോഷണം വർദ്ധിച്ച സാഹചര്യത്തിൽ പോലീസിന്റെ രാത്രികാല നിരീക്ഷണം ശക്തമാക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. പട്ടാമ്പി കമാനത്തിന് സമീപമുള്ള 2 സ്ഥാപനങ്ങളിലാണ് തിങ്കളാഴ്ച രാത്രി മോഷണം നടന്നത്. രാവിലെ ജീവനക്കാരെത്തിയപ്പോഴാണ് മോഷണ വിവരം പുറത്തറിയുന്നത്. ബാത്തുൽ, ലാവിഷ്ലൂം ബോട്ടിക് എന്നീ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലായിരുന്നു കവർച്ച.
ഒരു സ്ഥാപനത്തിലെ ക്യാഷ് കൗണ്ടറിൽ നിന്നും പണം നഷ്ടമായി. ഈ 2 ഷോപ്പിലും അതിന്റെ മുകളിൽ നിന്ന് ഷീറ്റ് മാറ്റി ജിപ്സം പൊളിച്ചിട്ട് കള്ളനിറങ്ങിക്കാണ്. അപ്പൊ രാവിലെ മോന് ഷോപ്പ് തുറക്കുമ്പോഴാണ് ഈ അവസ്ഥ കാണുന്നത്. കാരണം പൊളിച്ച് ആകെ അലങ്കോല കിട്ടിയിരുന്നു. CCTV ഒക്കെ പൊളിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു. അപ്പൊ ക്യാഷൊക്കെ എടുത്തുകൊണ്ടിരിക്കും. മറ്റ് സാധനങ്ങളൊന്നുമില്ല. പക്ഷെ 2 ഷോപ്പിലും കയറിയിട്ടുണ്ട്. 2 കടകളിലും സീലിംഗ് പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മോഷണം വർദ്ധിച്ച സാഹചര്യത്തിൽ എല്ലാ സ്ഥാപനങ്ങളുടെയും പുറത്ത് CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്നും വ്യാപാരികൾ ജാഗ്രത പാലിക്കണമെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ ആവശ്യപ്പെട്ടു. പുറത്തുള്ള മറ്റ് സ്ഥാപനങ്ങളിലെ CCTVകൾ റോഡിലേക്കോ അല്ലെങ്കിൽ മറ്റു സ്ഥലത്തേക്കോ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് കയറി വരുന്നത് കാണാനുള്ള സാഹചര്യം. അപ്പൊ നമ്മൾ ഈ കടയുടെ ഉള്ളിലത്തെ നമ്മുടെ സേഫ്റ്റി മാത്രം നോക്കാതെ മറ്റു കടകൾക്ക് കൂടി സേഫ്റ്റി ആവുന്ന രീതിയിൽ ക്യാമറകൾ പുറത്തേക്ക് തിരിച്ചു വെച്ച് ആരാണ് കുറച്ച് മുന്നെങ്കിലും അധികം നടന്നു പോയതെന്ന് അറിയുന്ന രീതിയിലെങ്കിലും മനസ്സിലാവുന്ന രീതിയിൽ പ്രദേശത്തെ CCTV ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. 10 വയസ്സുള്ള കുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതിയെ ആലപ്പുഴ നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ കാഞ്ഞിരംചിറ കൈതവളപ്പിൽ സ്വദേശി KJ ജേക്കബ് എന്ന ബിനു ജേക്കബാണ് പിടിയിലായത്. തിരുവനന്തപുരം വർക്കലയിൽ കഞ്ചാവുമായി യുവതിയടക്കം 3 പേർ പിടിയിൽ. പിടിയിലായത് ആന്ധ്ര സ്വദേശികളായ സംഗീത, കോട്ട് റെഡ്ഡി, നെടുമങ്ങാട് സ്വദേശി അഖിൽ എന്നിവർ. രാസലഹരിയുമായി ഒഡീഷ സ്വദേശി തൃശൂരിൽ അറസ്റ്റിൽ. ഒഡീഷയിൽ നിന്ന് ഷാലിമാർ എക്സ്പ്രസിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ 34-കാരനായ സുധം മാലിക്കാണ് പിടിയിലായത്. വയനാട് മുത്തങ്ങയിലെ വാഹന പരിശോധനയിൽ MDMA-യുമായി യുവാക്കൾ പിടിയിൽ. കാറിൽ കടത്തിയ 53 ഗ്രാമോളം MDMA-യുമായി പിടിയിലായത് കോഴിക്കോട് സ്വദേശികളായ KK ഷാരൂഖ് അസീം, ഷെയ്ഖ് ഇർഷാദ് ഹുസൈൻ എന്നിവർ. അട്ടപ്പാടിയിൽ വമ്പൻ വാറ്റ് കേന്ദ്രം തകർത്ത് എക്സൈസ്. കോട്ടത്തറ ചെണ്ടൂലി മലയുടെ മുകളിൽ നിന്നാണ് 1100 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും കണ്ടെത്തി നശിപ്പിച്ചത്. കാസർഗോഡ് പെരിയ ചെക്കിപ്പള്ളത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിന് സമീപത്ത് കഞ്ചാവ് ചെടി കണ്ടെത്തി. 123 സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടിയാണ് ബേക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നന്മയും തിന്മയും അടങ്ങുന്ന ഒട്ടേറെ വാസനകളുള്ളവരാണ് മനുഷ്യർ. കുഞ്ഞുനാൾ മുതൽ ശരിതെറ്റുകളെക്കുറിച്ച് കേട്ടു വളർന്നവർ. ലോകത്തെ ഒരു കൊടും കുറ്റവാളി പോലും ക്രിമിനലായി ജനിച്ചവരല്ല, അങ്ങനെ വളരാനും ആഗ്രഹിച്ചവരല്ല. പക്ഷെ കുടുംബ സാഹചര്യങ്ങളും സാമൂഹ്യ അവസ്ഥയുമൊക്കെയാണ് പലരെയും ക്രിമിനലുകളാക്കി മാറ്റിയത്. ചെറിയ വീഴ്ചകളിൽ പോലും കുറേ കുറ്റപ്പെടുത്തലും വേട്ടയാടലും അനുഭവിച്ചിട്ടുണ്ടാകും. പക്ഷെ കുട്ടിക്കാലത്ത് തെറ്റുതിരുത്താൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലോ? എറണാകുളം ആരക്കുന്ന് സ്വദേശിയായ 15-കാരൻ പെട്ടെന്നുള്ള വികാരത്തിൻ്റെ പുറത്ത് ഒരതിക്രമം കാട്ടിയതാണ്. കാഞ്ഞിരമറ്റത്ത് കട കത്തിച്ച കേസിൽ പോലീസ് അന്വേഷിക്കുന്ന കൗമാരക്കാരനെ പിന്നീട് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം സ്പെയർ പാർട്സ് കട കത്തിച്ചത് 15-കാരനാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. പിന്നീട് പ്രതിക്ക് വേണ്ടി അന്വേഷണം നടത്തുമ്പോഴാണ് അനിഷ്ട സംഭവം ഉണ്ടായത്. കുട്ടിക്കാലം മുതൽ മക്കൾ ചെറിയ കുസൃതികൾ കാണിക്കുമ്പോൾ അവരെ അമിതമായി ശിക്ഷിക്കുകയോ ആ തെറ്റിനെ ന്യായീകരിക്കുകയോ അല്ല ചെയ്യേണ്ടത്. അവരെ സ്നേഹത്തോടെ തിരുത്താൻ മാതാപിതാക്കൾ തയ്യാറാകണം. നമ്മുടെ കുഞ്ഞുങ്ങളാരും നശിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.